CPM നേതാവ് AK ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ജമാഅത്ത് ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ല എങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും വക്കീൽ നോട്ടീസ് പറയുന്നു. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഈ നോട്ടീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത്? അജി, ഇന്നലെയാണ് വലിയ വിവാദങ്ങളും സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്നതുമായ ചില പ്രസ്താവനകൾ മുതിർന്ന CPM നേതാവായ AK ബാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് UDF അധികാരത്തിൽ വന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഒന്നാം ആറാടും രണ്ടാം ആറാടും ഇവിടെ ആവർത്തിക്കും. ഇതുകൂടാതെ പാലക്കാട് ജില്ലയിൽ ഈ വർഗീയ കലാപത്തിന് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് വസ്തുതയുമായി നിരക്കാത്തതാണ് എന്നും അതുകൊണ്ട് തന്നെ ഇതിൽ മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത്. പരസ്യമായി ഒരാഴ്ചക്കകം മാപ്പ് പറയണം. അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകളുമായി മുന്നോട്ട് പോകും. 1 കോടി രൂപ വരെ ഈ അപകീർത്തി കേസിൽ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും എന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. ഈ വിഷയങ്ങളോട്, ഇപ്പോൾ വിവാദങ്ങളോട് നിലവിൽ പ്രതികരിക്കാൻ AK ബാലൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് ലഭിച്ച പശ്ചാത്തലത്തിൽ ഇതിന്റെ നിയമകാര്യങ്ങൾ കൂടി പരിശോധിക്കണം, വക്കീൽ നോട്ടീസിന് മറുപടി നൽകണം എന്നുള്ളതാണ്. വക്കീൽ നോട്ടീസിൽ AK ബാലൻ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ച കാര്യങ്ങളും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ വക്കീൽ നോട്ടീസാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ആണ് ഈ അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴി AK ബാലന് നോട്ടീസ് അയച്ചത്.